ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധി ദിവസമൊക്കെ ആയിട്ട് പിള്ളേരെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകാം എന്ന് കരുതി. അപ്പോഴാണ് നമ്മുടെ ഓഷ്യാനിക്സ് ഗ്രൂപ്പിൻ്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞത്. എന്നാൽ പിന്നെ നേരെ വണ്ടി അങ്ങോട്ടേക്ക് വിട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കടലിനടിയിലെ അത്ഭുത കാഴ്ചകളും മത്സ്യകന്യകമാരും പവിഴപ്പുറ്റുകളും ഒക്കെ കൊണ്ട് 500 അടിയിൽ തീർത്ത ഒരു ഗ്ലാസ് ടണലാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 9 മണി വരെയാണ് ഇവരുടെ ഷോ ടൈം. പെർ ഹെഡ് 150 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിൽ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോഴേക്കാണ് ഇവിടെ എത്തിയത്. പത്തനംതിട്ട SP ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ശബരിമല ഇടത്താവളം. അപ്പോൾ ശബരിമല ഇടത്താവളത്തിൽ ഏതാണ്ടൊരു 5000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു എക്സ്പോ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇടത്താവളത്തിൻ്റെ കമാനം കിടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് കടലിനടിയിലെ പവിഴപ്പുറ്റുകളും മത്സ്യകന്യകമാരും ഒക്കെ വെച്ചിട്ടുള്ള മനോഹരമായ ഒരു എൻട്രൻസ് ഗേറ്റാണ്. മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അവർ ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോകാം. മത്സ്യ കന്യകമാർ, ആഴക്കടലിലെ അത്ഭുത പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂബ ഡൈവേഴ്സ്, റോബോട്ടുകൾ, കുറേ ടൈപ്പിലുള്ള റോബോട്ട്, ഡാൻസ് കളിക്കുന്ന റോബോട്ട്, മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന റോബോട്ട്, പട്ടിക്കുട്ടിയെ പോലെ ഉള്ള റോബോട്ട്, അങ്ങനെ കുറേ ടൈപ്പ് റോബോട്ടുകൾ. പിന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100-ൽ പരം കൺസ്യൂമർ സ്റ്റാള്, പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഈ ഒരു പടുകൂറ്റൻ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലെ കൗതുക കാഴ്ചകൾ പത്തനംതിട്ടക്കാർക്ക് എന്തായാലും പുതിയ ഒരു അനുഭവമായിരിക്കും. ആഴക്കടലിൻ്റെ അടിത്തട്ടിലെ ലക്ഷക്കണക്കിന് വർണ്ണ മത്സ്യങ്ങളും സ്രാവുകളും വിവിധ പല വലുപ്പത്തിലുള്ള ഭീമാകാരമായ മത്സ്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ പറക്കുന്ന ഒരു അനുഭവം ശരിക്കും ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. കടലിന് അടിയിലെ കാഴ്ചയുടെ ദൃശ്യവിസ്മയം നമുക്ക് ലഭിക്കുന്ന അപൂർവം കാഴ്ചകളിലൊന്നാണ്. കാഴ്ചയുടെ ഈ വിസ്മയ കാഴ്ചകൾ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക.
ഈ ഒരു ടണലിൽ 100 കിടക്കുന്ന സ്പീഷീസിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള പേരുകളൊന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നത് ഉച്ച കഴിഞ്ഞ ഒരു 3:30 ടൈമിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഒരു സമയം ആയിക്കൊണ്ട് തിരക്ക് തീരെ കുറവാണ്. അപ്പം കുട്ടികളുമായിട്ടൊക്കെ വരുമ്പം തിരക്ക് കുറവുള്ള ടൈം ആണ് വേണ്ടതെന്നെങ്കിൽ ഉച്ച 2 മണി മുതൽ ഒരു 5 മണി 6 മണി വരെയുള്ള ടൈമിൽ തിരക്ക് കുറവായിരിക്കും. ഈവനിങ് കുറച്ചുകൂടെ റഷാണ് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെയൊക്കെ വർക്ക് ഇവിടെ നടക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊരു നെക്സ്റ്റ് വീക്കിലേക്ക് അത് റെഡിയാകും എന്നാണ് കരുതുന്നത്. എന്തായാലും കുട്ടികൾക്ക് മുതിർന്നവർക്കായിരിക്കാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. തീർച്ചയായിട്ടും ഒന്ന് കാണണം. മീനുകളൊക്കെ കിടക്കുന്ന ഒരു അണ്ടർ വാട്ടർ ടണൽ ഏരിയ കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ സ്കൂബ ഡൈവേഴ്സ്, മത്സ്യകന്യകമാർ ഒക്കെ കിടക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതുതന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റും. ആൾക്കാർക്ക് കുറേ കൂടി ഇഷ്ടപ്പെടുന്നതും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. ഈ ഒരു ഏരിയയിൽ വലിയ 4 ഫിഷ് ടാങ്കാണ് അവിടെ ഉള്ളത്. അതിനകത്ത് 2 എണ്ണത്തിലെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഒരു സ്കൂബ ഡൈവ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, പിന്നെ ഒരു മത്സ്യകന്യക. വളരെ അട്രാക്റ്റീവായിട്ട് മത്സ്യകന്യയുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഫ്ലൈയിങ് കിസ്സൊക്കെ തരും. നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസാണ് ഇത്.
അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഫോട്ടോ എടുക്കാൻ ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നത് വേണ്ടി നമ്മൾ നൈറ്റ് വരുന്നതായിരിക്കും നല്ലത്. ഈ ഡേ ടൈമിൽ വന്നാലൊരു പ്രശ്നം എന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള ഒരു സൺലൈറ്റ് ഇങ്ങനെ ഈ ടാങ്കിലേക്കൊക്കെ അടിച്ച് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഒരു ഡൾ ഫീലിംഗ് ആണ് പകൽ വരുമ്പോൾ. അപ്പോൾ നൈറ്റ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മത്സ്യകന്യയുടെ അടുത്ത് തന്നെ ഒരു സ്കൂബ ഡൈവർ ഉണ്ട്. പുള്ളി വളരെ രസമാണ്, അട്രാക്റ്റീവായിട്ട് ഫ്ലൈയിങ്സ് ഒക്കെ തരുന്നുണ്ട്. പക്ഷേ വരുന്ന ആൾക്കാർ മുഴുവൻ മത്സ്യകന്യയുടെ പുറകെയാണ്. സ്കൂബ ഡൈവറിൻ്റെ അടുത്ത് ആരും കാണാനില്ല. ആരും വിഷമം പുള്ളിയുടെ മുഖത്ത് ശരിക്കും എനിക്ക് കാണാൻ പറ്റി. മത്സ്യകന്യക കിടക്കുന്ന ആ ഒരു ഹാളിൽ തന്നെ ഒരു പരമ്പരാഗത വേഷമൊക്കെ ഇട്ട ഒരു മോഡൽ ഇരിപ്പുണ്ട്. നമുക്ക് പുള്ളിക്കാരുടെ കൂടെ നിന്നും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരമുണ്ട്. മത്സ്യകന്യക കിടക്കുന്ന ആ ഒരു പോർഷനിലെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നതിന് ശേഷം നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് ചെല്ലുന്നത് റോബോട്ടിക്സ് ഏരിയയിലേക്കാണ്. അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട് അവിടെ ഇങ്ങനെ അതിൻ്റെ മേളയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഐസ്ക്രീമും പോപ്കോൺ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് റോബോട്ടിക്സ്, ഈ നടക്കുകയും ചാടുകയും ഡാൻസ് ചെയ്യുന്ന നായ, സെർവ് ചെയ്യുന്ന റോബോട്ട്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള റോബോട്ടുകളുടെ ഒരു പ്രദർശനമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ആക്ഷനും ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്.
ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ ഒരു അരമണിക്കൂർ അടുത്താണ് കണ്ടു തീർത്തത്. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ സ്റ്റാൾസാണ്, കുറേ ഡിഫറെൻറ്റ് കമ്പനിയുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്ന കുറേ സ്റ്റാൾസ് ഉണ്ട്. നമുക്കവിടെ ഷോപ്പിങ്ങിനുള്ള ഒത്തിരി സാധനങ്ങൾ, നിറയെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. കുറേ ടൈം എടുത്ത് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സ്റ്റാൾസ് അവിടെ അവൈലബിൾ ആണ്. ഫുൾ ഇൻഡക്ഷൻ മോട്ടറാണ്. 1900 വാട്ട്സ്, 150 പവറാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നമില്ല. എത്ര ഒന്ന് വൈഡാക്കാം, ചെറിയ നിലയ്ക്കാനോ ഇൻ്റർലോക്ക് ചെയ്യാനോ വണ്ടി ചെയ്യാനോ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വണ്ടി ഷാമ്പു ഒഴിച്ച് ക്ലീൻ ചെയ്യാനും ടൈൽ വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഷാമ്പു ബോട്ടിലുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുറത്ത് സർവീസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോമായിട്ട് വെച്ച് പുറത്തേക്ക് വരും. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1900 വാട്ട്സ്, 150 പവറാണ്. മെയ്ഡ് ഇൻ ഗുജറാത്താണ്. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റാണ്. അഗ്രോ ഫാം ടെക് ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. അതിന് സബ്സിഡിയാണ്. 11,900 പുറത്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 4,000 രൂപ സബ്സിഡി കുറച്ചിട്ട് 7,900 രൂപയ്ക്ക് നമുക്ക് മിഷൻ അവൈലബിൾ ആണ്. ഹോം യൂസിന് പറ്റിയ ഒരു കാർ വാഷ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. പൈസ അടച്ച് ബുക്ക് ചെയ്തു. അവരത് വീട്ടിൽ ഡെലിവറി ചെയ്ത് ഡെമോ ചെയ്ത് തരും എന്ന് പറഞ്ഞു.